ഹായ് ഫ്രണ്ട്സ്, മാത്യു ആണ്. ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. ഞാൻ ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ വരാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് എംബസിയിൽ സബ്മിഷൻ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യം വേണ്ടത് നമുക്കൊരു പ്രോപ്പർ വർക്ക് പെർമിറ്റാണ്. എന്ന് വെച്ചാൽ ജോബ് ഓഫർ എല്ലാം ഉള്ള വർക്ക് പെർമിറ്റ് ആട്ടോ. ഇപ്പോൾ മിക്ക ആൾക്കാരുടെ കയ്യിലും വർക്ക് പെർമിറ്റ് ഇരിപ്പുണ്ട്, പക്ഷേ ഒരു പ്രോപ്പർ ജോബ് ഓഫർ ഇല്ല. അതിലൊരു ഏജൻസിയുടെ ഒരു കോൺട്രാക്റ്റ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം വർക്ക് പെർമിറ്റിൽ വരുന്നത് ഒരു ഏജൻസിയുടെ കോൺട്രാക്റ്റ് വരും. ഇതിൽ എന്തൊക്കെ വരുമെന്ന് പറയാം. ഏജൻസി കോൺട്രാക്റ്റ്, ഈ 2 പേപ്പർ, പിന്നെ ഒരു മിനിസ്ട്രിയുടെ ഒരു പേപ്പർ വരും. ഇത് മിനിസ്ട്രിയുടെ പേപ്പർ കേട്ടോ. മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ജോബും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് ഈ ഒരു പോർഷനിൽ നമ്മുടെ എവിടെയാണ് എന്താണ് ജോലി എന്നുള്ള കാര്യം ഇവിടെ ഫില്ല് ചെയ്തേക്കും. നമ്മുടെ പെർഫോമൻസ് പ്ലേസ് ഇവിടെ ചില വർക്ക് പെർമിറ്റിൽ ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ല. ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യാതെ ഇട്ടേക്കും. അതൊരു പ്രോപ്പർ ജോബ് ഓഫർ ഇല്ലാത്ത ഏജൻസി കോൺട്രാക്റ്റ് മാത്രമുള്ള വർക്ക് പെർമിറ്റാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതാണ് ജോബ് ഓഫർ. ഈ ഒരു പോർഷനാണ് നമ്മുടെ ജോബ് ഓഫർ. നമ്മളിവിടെ വന്നിട്ട് എവിടെയാണോ ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു പേപ്പർ അത് വെച്ചിട്ട്, പിന്നെ നമ്മുടെ സാലറിയുടെ ഡീറ്റെയിൽസ്, എത്ര സാലറി എന്നുള്ള ഒരു ഇത് ഇവിടെ കാണും. പിന്നെ വരുന്നത് നമ്മുടെ അക്കോമഡേഷൻ. ഇത് അക്കോമഡേഷനാണ് കേട്ടോ. എനിക്ക് എംബസി പേപ്പർ ഒരു പണി കിട്ടിയതെന്ന് വെച്ചാൽ ഈ അക്കോമഡേഷനിൽ ഇവരെന്ന് തൊട്ടാണ് നമ്മുടെ അക്കോമഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ന് തൊട്ടാണ് എൻഡ് ചെയ്യുന്നതെന്ന് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അത് എംബസിയിൽ നിന്ന് അവർ ചെക്ക് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഏജൻസിയൊക്കെ വിളിച്ചു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ എന്നാണോ നമ്മുടെ പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് നോക്കിയിട്ട് അന്ന് തൊട്ട് 2 ഇയർ, ഇപ്പോൾ എൻ്റെ പെർമിറ്റ് ഇഷ്യൂ ചെയ്തേക്കുന്നത് 3/7/2024, അന്ന് തൊട്ട് 2 ഇയർ ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഓക്കെ, അത് അങ്ങനെ ഇവിടെ ഫില്ല് ചെയ്തു. അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു. അങ്ങനെ അത് ഓക്കെ ആയി. ഇതാണ് നമ്മുടെ പ്രോപ്പർ വർക്ക് പെർമിറ്റ് കേട്ടോ. ജോബ് ഓഫർ എല്ലാം ഉള്ള ഒരു വർക്ക് പെർമിറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമാണ് കേട്ടോ. ഗ്രീൻ ഫോം. നമ്മൾ 2 ഇയറിൻ്റെതാകുമ്പോൾ ഗ്രീൻ ഫോമാണ് വരുന്നത്. 2 ഇയർ എംപ്ലോയി കാർഡ്. ഓക്കെ, അപ്പോൾ ഇത് വേക്കൻസി നമ്പറാണ് കേട്ടോ. ഈ വേക്കൻസി നമ്പർ മസ്റ്റാണ്. ഓക്കെ, ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഈ വർക്ക് പെർമിറ്റിൽ കാണും ഈ നമ്പർ. ഓക്കെ, അതിവിടെ ഫില്ല് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഈ വേക്കൻസി നമ്പർ ഇതെല്ലാം നമുക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടുമ്പം തന്നെ ചില ഏജൻസി അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അവരുടെ ഭാഗത്തുള്ള സൈഡിൽ നിന്നുള്ള എല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കും. അങ്ങനത്തെ എല്ലാം ഫില്ല് ചെയ്ത് ഇതിൽ കാണും. ഇത് അല്ലെങ്കിൽ നമ്മളിത് ഫില്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. ഇത് മിസ്റ്റേക്ക് വരുത്തിയാൽ വീണ്ടും ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് വീണ്ടും ഒന്നേന്ന് ഫില്ല് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഈ ചെക്ക് ലാംഗ്വേജിലൊക്കെ എഴുതിയിരിക്കുന്ന അവരുടെ സൈഡിൽ നിന്ന് അവർ ഫില്ല് ചെയ്ത് എനിക്ക് അയച്ചതാട്ടോ. അവർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷനൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ചെക്ക് ലാംഗ്വേജ്. ബാക്കിയൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ആട്ടോ ഞാൻ വായിച്ചേക്കുന്നത്, കട്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ കൺട്രി കോഡ് IND. ഇത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ആട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസാണ്. അത് വൈഫ് ഉണ്ടെങ്കിൽ വൈഫിൻ്റെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പോർഷനിൽ വരുന്നത്. ഒരു പോർഷനും ഫില്ല് ചെയ്യാതെ വിടരുത് കേട്ടോ. ഞാൻ കുറേ പോർഷൻ ഫില്ല് ചെയ്യാതെ വിട്ടായിരുന്നു. ഞാനിപ്പോൾ കറണ്ട് എംപ്ലോയർ അങ്ങനത്തെ ഒന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. അവിടെ ഇരുന്ന് അതെല്ലാം അവരെന്നെ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എംബസിയിൽ വെച്ച് തന്നെ. അങ്ങനെ അതുകൊണ്ട് ഫില്ല് ചെയ്യാതെ വിടരുത് ഒരു പോർഷനും കേട്ടോ. പിന്നെ ഈ പോർഷന് നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ഇത് എംബസിയിൽ ഇവിടെ മിനിസ്ട്രിയിൽ വരുമ്പോൾ നമ്മളിവിടെ ചെക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സെയിം പേപ്പർ ഇവിടെ ചെക്കിലെ ഇവിടുത്തെ മിനിസ്ട്രിയിൽ കാണും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവർ ഇവിടെ സീലൊക്കെ വെച്ച് സെറ്റ് ചെയ്തോളും. നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇത് നമ്മുടെ കൺട്രി കോഡിൻ്റെ ഇതാട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ആ കൺട്രി കോഡിൽ IND അതെല്ലാ രാജ്യത്തിൻ്റെ കൂടെ കൊടുക്കുന്ന ആ ഒരു പേപ്പറാണ്. ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഗ്രീൻ ഫോം. പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ എംബസി അപ്പോയിൻമെൻറ്റ്. ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഈ എംബസി അപ്പോയിൻമെൻറ്റ്. ഞാൻ UAE നാട്ടോ സബ്മിഷൻ എല്ലാം ചെയ്തത്. അബുദാബിയിലായിരുന്നു എംബസി, അവിടെ സബ്മിഷൻ ചെയ്തത്. ഞാൻ സ്വന്തമായിട്ടാട്ടോ. ഞാൻ ഏജൻസി ത്രൂ അല്ല. എനിക്ക് ഫ്രണ്ട് മുഖേന വർക്ക് പെർമിറ്റ് കിട്ടി. അങ്ങനെ അപ്പോയിൻമെൻ്റ് എല്ലാം തേർഡ് പാർട്ടി വഴിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ എംബസി അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഡൽഹിയിലും സെയിം ആട്ടോ. ഈ കുറേ പേര് ഈ VFSൻ്റെ എടുത്ത് കൊടുത്തിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പിക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക. എംബസിയിൽ ഈ ഡൽഹിയിലുള്ള എംബസിയിൽ ഈ ഒരു ഇതാണ് വരുന്നത് കേട്ടോ. ഈ ഒരു മോഡൽ 2 പേപ്പർ കാണും. ഈ ഒരു ഇതായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മുടെ എന്നാണ് സബ്മിഷൻ ഡേറ്റ് ഇതെല്ലാം ഇവിടെ കൊടുത്തേക്കും. എനിക്ക് ആഗസ്റ്റ് 22-ാം തീയതി ആയിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർ എംബസി അപ്പോയിൻമെൻറ്റ്.
പിന്നെ ഇത് നമുക്കിത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കിത് ഈ ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അതിൽ ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇത് നമ്മുടെ ഫീസ്, അവിടുത്തെ എംബസി ഫീസ് ദറംസ് ആട്ടോ. എനിക്ക് ഏകദേശം എല്ലാം കൂടെ ഒരു നമ്മുടെ ഇപ്പോൾ ഈ ട്രാൻസ്ലേഷനൊക്കെ ചെയ്ത പെർ പേജിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷന് പെർ പേജ് 47 ദറംസാണ് അവിടെ ചാർജ്. എല്ലാം കൂടെ എനിക്ക് നാട്ടിലെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 21,000 രൂപ നാട്ടിലേതായിട്ടുണ്ട് എംബസി ഫീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എംബസി അപ്പോയിൻമെൻറ്റ് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഞാൻ വെച്ചത് SSLC ആണ്. +2 വെക്കണമെന്നില്ല, SSLC മതി. ഓക്കെ, ഇത് ട്രാൻസ്ലേഷൻ ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഈ കോർട്ട് വെരിഫൈഡ് ട്രാൻസ്ലേഷൻ തന്നെ ചെയ്യാൻ നോക്കുക. ഈ ലോക്കലായിട്ടുള്ളത് ചെയ്യരുത്, അത് എംബസി റിജക്റ്റ് ആക്കും. അതിൽ നമ്മുടെ SSLC അപ്പോസിൽ അറ്റസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോസിൽ അറ്റസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാമ്പ്, അത് ഞാൻ ഡൽഹി കൊടുത്താട്ടോ ചെയ്തത്. ഡൽഹിയിലൊരു ഏജൻസിക്ക് ഇവിടെ നിന്ന് ഞാൻ ദുബായിൽ നിന്ന് അയച്ചു കൊടുത്തായിരുന്നു. അവരത് ചെയ്തിട്ട് തിരിച്ച് ട്രാൻസ്ലേറ്ററിൻ്റെ എല്ലാം ചെയ്ത് തിരിച്ചയച്ചു തന്നായിരുന്നു. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഇത് നമ്മുടെ ഒറിജിനലിൻ്റെ ഫോട്ടോ കോപ്പി. ഇത് അവരുടെ ലൈസൻസിൻ്റെതാട്ടോ. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ഏജൻസിയുടെ ലൈസൻസിൻ്റെ ഒരു പേപ്പറാണ്. അത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിക്ക് അത് ചെയ്താലേ എംബസി അത് അപ്രൂവൽ ആക്കത്തുള്ളൂ. പിന്നെ അത് ഇവിടെ ഇത് കോപ്പി ആട്ടോ. ഇവിടെ ടാഗ് ചെയ്യും. ടാഗ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കും. ഈ സ്റ്റിക്കറൊന്നും ഇളക്കാൻ പാടില്ല എംബസി പോകുമ്പോൾ, അതങ്ങനെ തന്നെ ഇരിക്കണം. ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇത് UAE PCC. എനിക്ക് 2 UAEയുടെ ഇന്ത്യൻ PCC ആവശ്യം വന്നു കേട്ടോ. UAE PCC ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് UAE PCC. ഇത് മോഫ ചെയ്താൽ കേട്ടോ. മോഫ ചെയ്താൽ മതി. UAE PCC അവിടെ മോഫ ചെയ്താൽ മതി. മോഫ അറ്റസ്റ്റേഷൻ. ഇത് നമുക്ക് ഓൺലൈൻ വഴി അവിടെ നിന്ന് എടുക്കാൻ പറ്റും UAE. ഇത് അവരുടെ ലൈസൻസ്. ഇതെല്ലാത്തിലും ഈ ഒരു ലൈസൻസിൻ്റെ വരും. പിന്നെ ഈ ടാഗ് ചെയ്തിട്ടുള്ള ഒരു പോർഷനും വരും. പിന്നെ നമ്മുടെ ഇന്ത്യൻ PCC. ഇത് ഇന്ത്യൻ PCC ട്രാൻസ്ലേറ്റ് ചെയ്ത കോപ്പി. ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റ്. ഇത് നമ്മുടെ അപ്പോസിൽ അറ്റസ്റ്റ് ചെയ്തതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ. ഇത് അപ്പോസിൽ ചെയ്ത, ഇത് ലൈസൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട്, ഒരു 3 ഫോട്ടോ. ഇത്രയാണ് ഞാൻ എംബസിയിൽ സബ്മിഷന് കൊണ്ടുപോയപ്പോൾ കൊടുത്തത്. ഇത്രയും മതി, ഇത്രയും ആവശ്യമുള്ളൂ എംബസിയിൽ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എംബസി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റാപ്ലെയർ പിൻ ചെയ്യരുത് കേട്ടോ. ഇതുപോലത്തെ ഇത് ചെയ്യണം. ഇതുപോലത്തെ ഈ ടാഗില്ലേ, ഇത് ചെയ്യണം കേട്ടോ. ഒരിക്കലും സ്റ്റാപ്ലെയറിൻ്റെ പിന്ന് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഏജൻസിക്കാർ പറയുന്നുണ്ട് VFSൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് തരാമെന്നും പറഞ്ഞ് 1-1.5 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ 2 ഇയർ വർക്ക് പെർമിറ്റൊക്കെ വെച്ചിരിക്കുന്നവർ VFSൽ സബ്മിഷന് പോകരുത്. നമ്മൾ 3 മന്തിന് മുകളിലോട്ടുള്ളതെല്ലാം ലോങ് ടൈം വിസയാണ്. ഇതെല്ലാം ഡയറക്റ്റ് എംബസിയിലാണ് നമുക്ക് സബ്മിഷൻ വരുന്നതൊക്കെ. അതുകൊണ്ട് ആരും ഈ 2 ഇയറിൻ്റെ വിസ എന്നും വർക്ക് പെർമിറ്റൊക്കെ വെച്ചിരിക്കുന്നവർ VFSൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോകരുത്, പണി കിട്ടും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എംബസിയിൽ സബ്മിഷൻ കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 60 to 90 days ആണ് കേട്ടോ. ഇതിനകത്ത് വെച്ച് നമുക്ക് എന്താണോ അവരുടെ ഡിസിഷൻ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് നമുക്ക് ഭയങ്കരപ്പെട്ട ഒരു സമയമാണ്. അത് ടെൻഷൻ അടിച്ച് മരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് 89 days ആയപ്പോഴും എനിക്കത് അപ്രൂവൽ വന്നായിരുന്നു കേട്ടോ. ഇത്രയാണ് നമ്മൾ എംബസിയിലെ സബ്മിഷൻ ഡോക്യുമെൻറ്റ്സ്. ഇന്ത്യയിലും ഇത് സെയിമാണ് കേട്ടോ. ഇന്ത്യയിലും ഈ ഒരു ഇത് നമ്മുടെ എംബസി അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇതായി സെയിമാണ് കേട്ടോ. ഈ ഒരു സെയിം മോഡലാണ് വരുന്നത്. VFSൻ്റെ പോലത്തതല്ല. ചിലവരത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ തരുന്നുണ്ട്, VFS ഡൽഹി എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും അല്ല. ഈ ഒരു പേര് 2 ഇയറിൻ്റെതാണ് കേട്ടോ ഞാൻ പറയുന്നത്. 2 ഇയറിന് ഈ ഒരു സെയിം ഇതാണ് വരുന്നത് മോഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എംബസിയിൽ സബ്മിഷന് പോയപ്പോൾ ഞാൻ കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ ഗൈസ്.